ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്. കോഴിക്കോട് നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രിക്ക് നേരെ മുന്നിലുള്ള ചായക്കടയിൽ ഗടാഗടിയൻ രാഷ്ട്രീയ ചർച്ച നടക്കുകയാണ്. ബിജെപിയും കോൺഗ്രസും ചേർത്ത് ബാബറി മസ്ജിദ് പള്ളി പൊളിഞ്ഞപ്പോൾ അധികാരത്തിന്റെ മകരം നദിനാണ്ട് ഇറങ്ങിപ്പോകാൻ മൂപ്പര് നേരിന്റെ പക്ഷത്തേക്ക് അന്ന് മൂപ്പര് പറഞ്ഞൊരു പത്താലുണ്ട്. IUM എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മണി ഇപ്പൊ പറഞ്ഞത് 100% ശരി. എല്ലാവരും കൈയിട്ട് ഭാഗ്യം. സ്റ്റാർട്ട് ആക്ഷൻ. മമ്മിക്കയും സംഘവും തകർത്തഭിനയം തുടങ്ങി. ഏതോ ഷൂട്ടിംഗ് ആണെന്ന് അറിഞ്ഞ് ആ വഴിക്ക് പോകുന്നവരെല്ലാം ഒന്ന് അവിടെ ഇറങ്ങി. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ സൈബർ മീഡിയ പുറത്തിറക്കുന്ന മമ്മിക്ക പ്ലസ് വെബ് സീരീസിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതെന്നറിഞ്ഞപ്പോൾ ഇടതുപക്ഷ സഹയാത്രികരായ നാട്ടുകാർക്ക് ആകാംക്ഷ. പ്രമുഖ നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര, ശ്രീധരൻ നൊച്ചാട്, വിശ്വൻ കല്ലേരി, സുധി, സച്ചു സുഭാഷ്, കണ്ണൻ വടകര എന്നീ അഭിനേതാക്കൾക്കൊപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ നന്ദി പ്രകാശും വേഷമിട്ടപ്പോൾ അതൊരു ഷൂട്ടിംഗ് ആണെന്ന് തോന്നിയില്ല. സംവിധായകൻ വിജയൻ ആയടത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടയിലാണ് 13-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി സനില ചിറവറ്റ വോട്ട് തേടിയെത്തിയത്. അതോടെ രംഗം ഒറിജിനലായി. കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച വാർഡ് മെമ്പറായിരുന്ന സ്ഥാനാർത്ഥിയെ മമ്മിക്കയും ക്ലബ് അംഗങ്ങളും അനുഗ്രഹിച്ചു. നിങ്ങളൊക്കെ കാണാനും അനുഗ്രഹം വാങ്ങാനും വന്നതാ മൂപ്പത്തി. നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡും LDF തൂത്തുവാരുമെന്ന ശുഭപ്രതീക്ഷ പങ്കുവച്ചാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. നൊച്ചാടിന് ഒരു പാരമ്പര്യമുണ്ട്. 50 വർഷത്തോളമായി LDF തന്നെ പഞ്ചായത്ത് ഭരണം നടത്തുന്നു. ഏറ്റവും നല്ലൊരു വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വികസനം എടുത്തു പറയാൻ പറ്റിയ ഒരു വികസന പ്രവർത്തനമാണ് നമ്മുടെ സംയോജിത കാർഷിക പദ്ധതി. ഈ ഒരു വികസന പ്രവർത്തനം നോക്കുകയാണെങ്കിൽ ഈ 17 വാർഡും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. മുഹമ്മദ് പേരാമ്പ്രയെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള വെബ് സീരീസിൽ പത്മ ബാലുശ്ശേരിയും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഭാസ്കരൻ പേരാമ്പ്രയാണ് മേക്കപ്പ്. ഛായാഗ്രഹണം അഭിലാഷ് മോഹൻദാസും സുഭാഷ് വളയനാടും നിർവഹിച്ചു. സതീഷ് TK യാണ് എഡിറ്റിംഗ്. INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NK അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലായിരുന്നു നൊച്ചാടും കോഴിക്കോട് നഗരപ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുള്ള വെബ് സീരീസ് ഷൂട്ടിംഗ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും CPIM-നെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും ഇപ്പോൾ നടക്കുന്ന നുണപ്രചാരണങ്ങളുടെ മുനയൊടിക്കാൻ, അക്കാര്യങ്ങളെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള വലിയ ഒരു പ്രചാരണ മാധ്യമമായി ഈ പുതിയ ഡിജിറ്റൽ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് ഉദ്ദേശിക്കുന്നത്. ഇതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ AP അബ്ദുൽ വഹാബ് സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ ഈ പ്രവർത്തനങ്ങൾ കേരള വ്യാപകമായി നടപ്പാക്കുന്നതിനും അതിലൂടെ പൊതുസമൂഹത്തെ യാഥാർത്ഥ്യബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ മാധ്യമങ്ങളെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും സത്യം ബോധ്യപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ പിന്തുണയും ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മമ്മിക്ക പ്ലസ് വെബ് സീരീസിലൂടെ പുറത്തുവരുന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന് വോട്ടർമാർക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് INL. ഈ ന്യൂസ് കോഴിക്കോട്.